എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ മേഖലയിലുള്ള മേത്തല എന്ന് പറയുന്ന സ്ഥലത്ത് കൊന്നച്ചോട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ ഈ ദയാ അഗതി മന്ദിരവുമായി കുറേ നാളുകളായിട്ട് ബന്ധമുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല ഞങ്ങളൊരു കുടുംബക്കാരുമാണ് ജലീൽക്കയും നസീമത്തെയും. അതിനേക്കാളുപരി നമുക്ക് മാനസികമായ ഒരു സന്തോഷമുള്ളത് മനസ്സിന് ഈ കാണുന്ന അമ്മമാരെയും ഉമ്മമാരെയും പെട്ട അച്ഛൻ അങ്ങനെയുള്ള ആളുകളെ സഹോദരി സഹോദരന്മാർക്ക് മുൻകൈ എടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് ഏറെ നാളുകളായി ജലീൽക്കയും പുള്ളിയുടെ ഭാര്യയും കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം കുറച്ചു നാൾ മുന്നേ ഞാൻ വരുന്ന സമയത്ത് വളരെയധികം ശോഷിച്ച നിലയിലായിരുന്നു ഈ സ്ഥാപനം. ഇപ്പൊ അൽഹംദുലില്ലാഹ് പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ഒരുവിധം നല്ല നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ അൽഹംദുലില്ലാഹ് ഒരുപാട് കുറവുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സലീംക്ക പറഞ്ഞ പോലെ ചൂലൂർ മഹല്ലിൽ നിന്നും നമ്മളുടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികള് ഈ പെരുന്നാൾ സമയത്ത് വരികയുണ്ടായി. അത് നമ്മളെ മഹല്ലിലുള്ള കൊച്ചാമിത്ത എന്ന് പറഞ്ഞ ഒരു ഉമ്മയെ ഇവിടേക്ക് കൊണ്ടുവരികയും അടുത്ത സമയത്ത് തന്നെ അവർ മരണപ്പെടുകയുണ്ടായി. അതില് ഒരുപാട് ആളുകള് നമ്മുടെ മഹല്ലിലുള്ള എല്ലാ കാരുണ്യ പ്രവർത്തകന്മാരും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും പങ്കെടുത്തിട്ട് നല്ലൊരു പരിപാടിയുടെ ഭക്ഷണം കൊടുക്കുക എല്ലാം നടന്നു. വളരെയധികം സന്തോഷമണിഞ്ഞ സമയമായിരുന്നു അതൊക്കെ. അതുപോലെ തന്നെ നമ്മളെ പരിസരത്തുള്ള വലപ്പാടുള്ള ഒരു അമ്മാമ്മണ്ട്, അതിപ്പോ ഇല്ലിവിടെ മരണപ്പെട്ടു പോയി. അവരൊക്കെ ഞാൻ വന്ന് കാണാറുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് വളരെയധികം ഞാൻ ഏകദേശം ഒരു അഞ്ചാറ് വർഷം മുന്നേ ഞങ്ങളിവിടെ ചൂലൂർ മഹലിൽ നിന്നുള്ള തന്നെ കുറച്ച് യുവാക്കളൊക്കെ ആയിട്ട് ഒരു മഹല്ല് കൂട്ടായ്മ എന്ന ആ കൂട്ടായ്മയുടെ കൂടെ ഞങ്ങളിവിടെ വരികയും ഒരു റമദാന് നമ്മളെ നാസിർക്ക ഷക്കീർ എല്ലാവരും നടന്ന കുറച്ച് ആളുകൾക്കൊന്നും ഒരു ഭക്ഷണം കൊടുക്കേണ്ടായി. അതിനുശേഷമാണ് ഇപ്പൊ നമ്മളിവിടെ ഈ സലീംക പറഞ്ഞ പോലെ തന്നെ എല്ലാ ആളുകളും പറഞ്ഞ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരമായ ദിവസങ്ങളാണ് നമുക്ക് കിട്ടിയത്. പിന്നെ നമ്മുടെ മഹല്ല് സെക്രട്ടറി ഇസ്മായിൽക്ക അവരുടെ സാന്നിധ്യത്തിലാണ്, അവരുടെ വകയാണ് ഇന്നത്തെ ഈ നമ്മളെ അമ്മമാർക്കും എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടുള്ളത്. പുള്ളി ഇന്ന് ഇവിടെ എത്തേണ്ടതായിരുന്നു. പുള്ളിയുടെ സാന്നിധ്യം ഇവിടെ കുറവുണ്ട്. പക്ഷെ മൂപ്പരുടെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ എല്ലാവരെയും ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്. പുള്ളി ഒരു അത്യാവശ്യമായി ഒരു കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ടി വന്നാൽ ഇവിടെ എത്തിവിടാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് പുള്ളി വേറൊരു സമയത്ത് ഇവിടെ എത്തും. അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് സംരക്ഷിച്ച് നമ്മളെ ഷമീർ, ഷക്കീർ, നൂർദിനിക്ക, നാസിർക്ക, ഷംസുക്ക ഒരുപാട് ആളുകൾ ഞങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാഹു തആല ഈ അമ്മമാർക്കും ഈ ഇവിടെ നോക്കുന്ന എല്ലാവർക്കും സന്തോഷം നൽകുമാറാകട്ടെ. കാരണം ഒരുപാട് എന്ന് പറയാ വിഷമിച്ചിട്ട് നമ്മളുടെ ഉമ്മ, നമ്മളുടെ വാപ്പ അവരെ മുഖം നമ്മള് ഇടയ്ക്ക് എല്ലാവരും വന്ന് ഇവിടെ എന്താ സന്ദർശിക്കേണ്ടത് ഇവിടെ. കാരണം ഇവരെ മുഖം കാണുമ്പോൾ സത്യം പറയാന്ന് വെച്ചാല് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇവിടെ വന്നിരുന്നെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചാലും വളരെയധികം മൂടൗട്ടായിരുന്നു. കാരണം ഇവരെ കാണുമ്പോൾ നമ്മളെ ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ ഓർമ്മകൾ വരുന്നത്. നമ്മളെ നാളെ എന്താവെന്ന് പറയാം. അല്ലാഹു തആല നമ്മളെ മക്കളൊന്നും അങ്ങനത്തെ നല്ല മക്കളാക്കി തരട്ടെ. കാരണം ചില മക്കളൊക്കെ സംരക്ഷിക്കാതെയാണ് ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. കാരണം അവരെ നേരിട്ട് നമുക്ക് സംസാരിക്കുമ്പോ അവരെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. അപ്പൊ ഇവിടെ നല്ല എന്താ പറയാ സംരക്ഷണത്തിലാണ് കൊണ്ടുപോകുന്നത് ഇവര്. അപ്പൊ നമ്മളറിയുന്നവരും എല്ലാ ആളുകളും ഇവരുടെ ഭാഗവും ഇവരോട് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ മഹല്ല് എന്ന് ചൂലൂർ മഹല്ല് എന്നല്ല, നമ്മൾ അറിയപ്പെടുന്ന എല്ലാ ആളുകളും അവർ ബന്ധപ്പെടുത്തി ഇതിലേക്ക് അവരുടെ സഹായ സഹകരണങ്ങള് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നും കൂടി അറിയിക്കാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഇളയടത്ത് ഷമീർ ചാരിറ്റി ഒക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള വ്യക്തിയാണ് നമ്മുടെ സഹോദരൻ. ഇന്നിവിടെ വരേണ്ടതാണ്. ആളും അത്യാവശ്യമായി ഒരു പരിപാടിയിൽ അതിന് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങളായി ഈ ദയാ അഗതി മന്ദിരത്തിലുമാണ് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോ ഞങ്ങൾ നീട്ടി പറയുന്നില്ല, നിർത്താണ്. നമ്മള് പരമാവധി ഈ നസീം കൂടെയും ജലീൽ കൂടെയും ഒത്തൊരുമിച്ച് ഇവർക്ക് വേണ്ട സഹായങ്ങള് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാവുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.
വന്ന് നിങ്ങളോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കുകയും അതിനുശേഷം പിന്നെ ആ ഉമ്മ നമ്മളെല്ലാം വിട്ടു പിരിഞ്ഞു പോയി. ഇപ്പൊ വീണ്ടും ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ മഹലിന്റെ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തിന്റെ വകയായിട്ട് ഓണം നിങ്ങളുമൊക്കെ ആഘോഷിക്കണമെന്ന ഒരു ഉദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത്. ദൈവത്തിന് വളരെയധികം നന്ദിയുണ്ട് നിങ്ങളോടൊപ്പം കഴിയാനും അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാനും ഒരു ദിവസം സന്തോഷത്തോടെ കഴിയുവാൻ വേണ്ടി ഇവിടെ അവസരമൊരുക്കി തന്ന ഇതിൻ്റെ നടത്തിപ്പ് ആയിട്ടുള്ള ജലീൽക്കയും അദ്ദേഹത്തിന്റെ കുടുംബവും വളരെയധികം നന്ദിയും കടപ്പാടും നിങ്ങളോടുണ്ട്. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലെ ഇടയ്ക്കിടെ ഞങ്ങൾ വന്ന് നിങ്ങളോടൊപ്പം ഒരു ദിവസം കഴിയുകയും എല്ലാത്തിനും സർവശക്തൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് വിട പറയുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലത്തുള്ള ഒരു സമയത്ത് നിങ്ങൾ വരും. നിങ്ങളെല്ലാവരും അനുഗ്രഹങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഒരുപാട് സന്തോഷം. ചൂലൂർ മഹൽ കമ്മിറ്റിയും കൂടെ മഹലിലെ അംഗങ്ങളുമാണ് നമ്മളുടെ ദയാഗതി മന്ദിരത്തിൽ ഓരോ പരിപാടി വെക്കുമ്പോഴും വരാറുള്ളത്. കമ്മിറ്റിക്കാർ മാത്രമല്ല, ആ മഹലിലെ അംഗങ്ങളും വരാറുണ്ട്. അപ്പൊ ഈ ഒത്തൊരുമ അല്ലെങ്കിൽ ആ കൂട്ടായ്മ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ്. കാരണം ഒരു സ്ഥാപനത്തിന്റെ വിജയം എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, അതൊരു കൂട്ടായ്മയാണ്. അപ്പൊ ദയാഗതി മന്ദിരത്തിന്റെ ഒരു വിജയത്തിന് ചൂലൂര് മഹലിന്റെ എല്ലാ സഹായവും ഞങ്ങൾ ഇവിടെ വെച്ച് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് പോരായ്മകളുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പുകളുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഗ്രൂപ്പിലെ അംഗങ്ങളോടും ആ മഹലിൽ എല്ലാവരും ഉള്ളതല്ലേ, അപ്പം ഞങ്ങളുടെ പോരായ്മകൾ തീർത്തു തരണമെന്ന് ഒരുപാട് സ്നേഹത്തോടെ കൂടി അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഇന്ന് വരാമെന്നേറ്റിരുന്ന ഇസ്മായിൽഖാനെ കണ്ടില്ല, ആള് ഒരു യാത്രയിലാണെന്ന് പറഞ്ഞു. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നതിൽ. ഞങ്ങളുടെ അച്ഛനമ്മമാരോടൊപ്പം ഓണത്തിന്റെ ഒരു ഭാഗമായി ഇന്നെങ്കിലും ഒരു സദ്യ നടത്തി. ഇത്തവണ ഇവിടെ സദ്യ ഉണ്ടായിരുന്നില്ല ഓണത്തിന്റെ. അപ്പൊ ഒരുപാട് സന്തോഷം. നമസ്കാരം. ഇവിടെ ഒരു സദ്യ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഇനിയും അതേപോലെ ഓരോ ആവശ്യങ്ങളും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.